അനിൽകുമാർ, ഇതിപ്പോ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധി മാത്രമാണ്. ഈ വിധി കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. തെളിവുകളുണ്ടെങ്കിൽ വീണ്ടും ഇതേ വിജിലൻസ് കോടതിയിലേക്ക് മടങ്ങിപ്പോകാം മാത്യു കുഴൽനാടന്. മാത്യു കുഴൽനാടൻ ഇത് പറയുകയും ചെയ്തു, താൻ ഈ നിയമ പോരാട്ടം തുടരും. SFIO ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്, റിപ്പോർട്ട് തയ്യാറായി വരുന്നു. ED സമാന്തരമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ചില കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട്. കമ്പനീസ് ഓഫ് രജിസ്ട്രാർ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. 103 കോടി രൂപ കള്ളപ്പണമായി ഈ CMRL വെളുപ്പിച്ചെടുത്തുവെന്നും പെരുപ്പിച്ചു കാട്ടിയെന്നും കണക്കുകൾ വന്നിട്ടുണ്ട്. 135 കോടി രൂപയുടെ കള്ളക്കണക്ക് ഈ CMRL കമ്പനി ഉണ്ടാക്കിയെന്ന് EDയുടെ മറ്റൊരു കണക്കുണ്ട്. ഈ CMRLന്റെ 13% ഓഹരിയുള്ള KSIDCയെ ഈ വിവരം അറിയിക്കാഞ്ഞത് ഗുരുതരമായ വീഴ്ചയാണെന്ന നിരീക്ഷണമുണ്ട്. ഇതൊക്കെ SFIയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ 212 പ്രകാരം നടക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അതിനു മുമ്പ് എന്തിനാണ് ഇത്ര വലിയ ആവേശത്തോടു കൂടിയുള്ള പ്രതിരോധം? കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നുണകൾ നിർമ്മിക്കപ്പെട്ടത് പിണറായി വിജയൻ്റെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലാണ്. നമ്മൾ കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് എത്രയോ ചർച്ച ചെയ്തു. പിണറായി വിജയൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് എത്രയോ ചർച്ച ചെയ്തു. ഏതെങ്കിലും ഒരു ചാനല് ആ കമല ഇൻ്റർനാഷണലിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും ആശ്വാസം എന്ന് വാർത്ത കൊടുത്തോ? അതിന് കാരണം അങ്ങനൊരു കമ്പനിയും ഉണ്ടായിരുന്നില്ല, നിർമ്മിക്കപ്പെട്ട നുണകളായിരുന്നു. അവസാനം കൈതോലപ്പായ പറഞ്ഞ ആൾ ഇവിടെ പോയി. ആ മുഖ്യമന്ത്രിക്ക് ആശ്വാസം, കൈതോലപ്പായ കെട്ടുകഥ നിങ്ങൾ എഴുതിയോ? ഇപ്പോൾ റിപ്പോർട്ടർ തന്നെ ഇന്ന് എഴുതിയത് വൈകുന്നേരം ബഹുമാനപ്പെട്ട അരുൺകുമാർ പറയുമ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചടിയും ചോദിക്കുന്നുണ്ട്. പക്ഷെ രാവിലെ ഈ വാർത്ത വരുമ്പോൾ ഉച്ചയ്ക്ക് അത് എഴുതുന്ന നിങ്ങളുടെ ആഫീസിലെ ആളുകൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അത്തരം ആളുകളോട് പറയുന്നത് മുതുകത്ത് കൂനുണ്ടാകാതിരിക്കണം, വലതുപക്ഷത്തിൻ്റെ ഒരു കൂന് മുതുകത്തുണ്ടാകാതിരിക്കണം. പിന്നെ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം. റിപ്പോർട്ടർ ചാനൽ, ബാക്കി ചാനലും മോശമൊന്നുമല്ല. വേറൊരു ചാനൽ എഴുതിയത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ അനധികൃത പണം, അതുമായി ബന്ധപ്പെട്ട കേസ് തള്ളി. ഈ പത്രാഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എവിടെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് വലതുപക്ഷത്തിന്റെ നുണ ഫാക്ടറികളിൽ. പക്ഷേ എനിക്ക് സംശയം, മുഖ്യമന്ത്രി ആരും ഇതിന്റെ അകത്ത് മോശമല്ല എന്ന് പറയാൻ വേണ്ടി വീണ വിജയനും ഇത് ആശ്വാസമല്ലേ വിധി? അയ്യോ, നിങ്ങൾ എന്താ വിചാരിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കമില്ലാതിരിക്കുക എന്നാണോ? നിങ്ങൾ ആരെങ്കിലും കുറെ കള്ളക്കഥ പറയാൻ കുറെ ചാനലുകാരും അതുണ്ടാക്കാൻ വേണ്ടി കുറെ വ്യാജങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകളും വെട്ടിരുമ്പുമായിട്ട് ഇറങ്ങി തിരിച്ച ഉടനെ ഉറക്കമില്ലാത്തവരാണോ കേരള മുഖ്യമന്ത്രി? ബിരിയാണിച്ചമ്പ് എന്തായി? മുഖ്യമന്ത്രിയുടെ മകള് എന്താ ഷാർജ ഭരണാധികാരിക്ക് കൈക്കൂലി കൊടുത്തല്ലോ, എന്തായി ആ കഥ? നമ്മൾ എന്തെല്ലാം കേട്ടു. ഇതെല്ലാം കേട്ട് തഴമ്പിച്ച ഒരു മുഖ്യമന്ത്രി, ലാവലിംഗ് കേസ്, മഞ്ഞ പത്രങ്ങൾ മുഴുവൻ മഹാനേതാക്കന്മാരെ വരെ ആക്രമിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? ആ മുഖ്യമന്ത്രി ഈ ഓലപ്പാമ്പ് കണ്ടാ പേടിക്കാൻ പോണത്? ആശ്വാസം അതുകൊണ്ട് പറയാനുണ്ട് കൃത്യമായിട്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് ആ പ്രതിപക്ഷ നേതാവിനോട് പറയണം, ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. K-Phone അഴിമതി എന്ന് പറഞ്ഞു നടന്ന പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. VD സതീശൻ എത്രയും വേഗം കേസ് കൊടുക്കണം. സതീശന് പൈസയ്ക്ക് കുറവുണ്ടെങ്കിൽ ഒരു ശകലം സംഭാവന ഞാൻ തരാം. VD സതീശന്റെ ശബ്ദം കേൾപ്പിച്ചല്ലോ ഇന്ന്. ആ K-Phone അഴിമതി എന്ന് പറഞ്ഞ് നടന്ന കേസ് കൊടുക്കാൻ ചെന്നിത്തലയോടും സതീശനോടും ഞാൻ ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറെ ഒന്ന് പറഞ്ഞു വിട്ടേക്കണം. കാശിന്റെ കുറവാണ് പ്രത്യേകം പറയണം. ഇനി വേറൊരു കേസുണ്ടല്ലോ, എന്താ അഴിമതി ക്യാമറ. ഏത് പദ്ധതി നടന്നാലും പിണറായി വിജയന്റെ വീട്ടിലെ പെട്ടി പൈസ വരും. ഇതല്ലേ സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അഴിമതി ക്യാമറ കേസ് എന്തായി? ഒരു കേസിലല്ല, നുണകൾ. വാളയാർ മുതൽ നിർമ്മിക്കപ്പെട്ട നുണകൾ എത്ര? അങ്ങനെ നിർമ്മിക്കപ്പെട്ടൊരു നുണയാണിത്. ഇനി ഞാൻ കൃത്യമായിട്ട് പറയാം ഒരു കാര്യം. ഇന്നത്തെ കേസ് ഡയറി വായിച്ചു നോക്കിയോ? എന്താ ഡയറി കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം? വിധി വായിച്ചു നോക്കിയാൽ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് എന്തെങ്കിലും ആരെങ്കിലും വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ സഹായിച്ച ഗവൺമെന്റ് UDF സർക്കാരാണ്, ആന്റണി സർക്കാരാണ്. എന്താണ് സഹായം? CMRL കമ്പനിക്ക് അവരുടെ സ്ഥലത്തുനിന്ന് കരിമണൽ ഖനനം ചെയ്യാൻ ആന്റണി അനുവാദം കൊടുത്തു. 2, ആ അനുവാദപ്രകാരം അവർക്ക് മണലെടുക്കാൻ അനുവാദമുണ്ട് എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ഏപ്രിൽ മാസം 8, 2016 സുപ്രീം കോടതി വിധിച്ചു. 2019 മാത്രമാണ് കേന്ദ്ര സർക്കാർ നിയമം മാറ്റിയത്. 3 കൊല്ലം മണൽ എടുക്കാമായിരുന്നു. ഈ കാലയളവിൽ 1,72,00,000 അല്ല, അവിടുന്ന് ഇഷ്ടം പോലെ മണൽ എടുക്കായിരുന്നു. കാശ് വാങ്ങിക്കാനാണ് വാങ്ങിക്കാമായിരുന്നു.
ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 9 കൊല്ലം ഒരു തരി മണൽ ഈ KMRL എന്ന് പറയുന്ന കമ്പനി അവരുടെ സ്ഥലത്ത് നിന്ന് വാരിയിട്ടില്ല, സ്വകാര്യ മേഖല ഖനനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് തലയുയർത്തി ഈ രാത്രി ഇവിടെ ഇരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ആശ്വാസം നിങ്ങൾ പറയണ്ട, കാരണം ആന്റണിയാണ് ഈ പരിപാടി നടത്തിയത്. ഈ CMRLുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടിനും നേതൃത്വം കൊടുത്തത് UDF സർക്കാരിൻ്റെ കാലത്താണ്. അവിടുന്ന് കള്ളപ്പണം കൊട്ടക്കണക്കിന് കൊണ്ടുപോയതിൻ്റെ കണക്കുണ്ടല്ലോ. ആ കാശ് കിട്ടിയെന്ന് സമ്മതിച്ചത് കെ സുധാകരനല്ലേ, കുഞ്ഞാലിക്കുട്ടിയല്ലേ, ചെന്നിത്തലയല്ലേ? ഞങ്ങൾക്കതിൽ പങ്കില്ല. അങ്ങനെ ഞങ്ങളുടെ പേരിൽ കള്ള എഴുതി വെച്ചതാണ് കോടതി ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതിലൊരു PV ഉണ്ട് അനിൽകുമാർ, അത് തള്ളിക്കളഞ്ഞല്ലോ. അത് VC ശുക്ലയുടെ കേസ് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഔദ്യോഗികമായി തയ്യാറാക്കപ്പെട്ട ഡയറി പോലും അല്ല ഇത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരിൽ കള്ളം എഴുതി വെക്കാൻ വേണ്ടി PV എന്ന് എഴുതി വെച്ച സാധനം ഉണ്ടല്ലോ, ഒരു കോഴ്സ് ഓഫ് ബിസിനസിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന ഡയറി പോലുമല്ല. ഒരു വെള്ളക്കടലാസയിൽ, ഒരു കീറ്റ് കടലാസയിൽ ഒരു ഉദ്യോഗസ്ഥൻ IT കമ്പനിക്ക് എഴുതി കൊടുത്താൽ, IT ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതി കൊടുത്താൽ കേരള മുഖ്യമന്ത്രിയുടെ ഇമേജ് ഒന്നും പോകത്തില്ല. പിന്നെ KSIDCക്കെതിരെ അന്വേഷണം സുപ്രീം കോടതി ഒരു അഭിഭാഷകരെ അയക്കുന്നത് സർക്കാർ? KSIDCക്കെതിരെ അന്വേഷണം വന്നാൽ അത് നേരിടാൻ തയ്യാറാവണ്ടേ? അതിന് ഉത്തരവുണ്ട്. അപ്പോൾ അവിടുന്ന് കള്ളപ്പണം ചുമന്നുകൊണ്ട് പോയ ഉമ്മൻചാണ്ടി, കള്ളപ്പണം ചുമന്നുകൊണ്ട് പോയ കുഞ്ഞാലിക്കുട്ടി, കള്ളപ്പണം ചുമന്നുകൊണ്ട് പോയ ചെന്നിത്തല, കോൺഗ്രസ് നേതാക്കന്മാർ രൊക്കം പണമാണ് കൊണ്ടുപോയത്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കില്ല. അതുകൊണ്ട് ആ കമ്പനിയിലൊന്നും ഇല്ലാത്തവരാണ് ഇടതുപക്ഷക്കാർ എന്ന് ഞങ്ങൾ അഭിമാന പുരസ്സരം പറയും. ഇനി KSIDC എങ്ങനെ വന്നു? അതാണ് അടുത്ത ചോദ്യം. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ SFIO എന്ന് പറഞ്ഞ ഉടനെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എന്തോ അവിടെ ഉണ്ട് എന്നാരും വ്യാഖ്യാനിക്കരുത്. ബഹുമാനപ്പെട്ട അരുൺകുമാറിന് അല്പം നിയമജ്ഞാനമുള്ള ഒരു മാധ്യമപ്രവർത്തകനല്ലേ? അങ്ങയോട് ഞാൻ ദയവായി ചോദിക്കാവ്, എന്താണ് സീരിയസ് ഫ്രോഡ്? കമ്പനി നിയമത്തിന്റെ സീരിയസ് ഫ്രോഡ് എന്താണ്? CMRL കമ്പനിയുടെ ഒരു ഡയറക്ടർ, അവരുടെ കമ്പനിയിലെ ആ ഡയറക്ടർ തനിക്ക് മറ്റൊരു കമ്പനിയിലുള്ള ബന്ധം മറച്ചുവെച്ച് തന്റെ കമ്പനിയിലേക്ക് പണം കൊണ്ടുപോയാൽ മാത്രമേ CMRL കമ്പനിക്കെതിരെ SFI അന്വേഷണം നിൽക്കൂ. ഇപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ മകൾ സോൾ ഡയറക്ടറായിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയും CMRLുമായി ഔദ്യോഗികമായി പണം കൈമാറ്റം ചെയ്തത് രേഖാപരമായിട്ടാണ്. അതിന്റെ കടലാസൊക്കെ കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പത്രക്കാർക്ക് കൊടുക്കാനുള്ള കാര്യമല്ല. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നൊരു സാധനമുണ്ട്. അതൊന്നും ഈ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, വ്യക്തികളുടെ ഇടപാട് കമ്പനികൾ നടത്തും. ചോദ്യം ഇതാണ്, ഇന്നത്തെ കോടതി വിധിയിലെ ചോദ്യം ഇതാണ്. കോടതി വിധിയുടെ 63-ാം പാരഗ്രാഫ്, അവിടെ ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞതിൽ ഞാനൊരു തിരുത്തു വരുത്തുകയാണ്. എന്താണ്? തെളിവിന്റെ കണിക, സംശയം, ഫാക്ട്സ്, 2 കാര്യം കോടതിയോടെ പറഞ്ഞത്. സംശയം ഉന്നയിക്കുകയല്ലാതെ നോ ഫാക്ട്സ്. ഒരു ഫാക്റ്റും ഹാജരാക്കിയില്ല. ആര്? കുഴൽനാടൻ എന്തിനാ LLB പാസ്സായത്? എന്തിനാ ഉടുപ്പിട്ടുകൊണ്ട് തെക്കുവിടക്ക് നടക്കണത്? ആദ്യം ഞാൻ പറയേണ്ടത് ആ ഉടുപ്പ് ഊരണം, വക്കീലാപ്പീസ് കൂട്ടി വേറെ പണിക്ക് പോകണം. അവിടെ മൂന്നാറിൽ ഭൂമി കയ്യേറ്റമൊക്കെ അറിയാമല്ലോ, പുള്ളിക്ക് പിടിച്ചു പറിക്കാൻ അറിയാമല്ലോ. അതുകൊണ്ട് ആ കയ്യേറ്റമൊക്കെ ആയിട്ട് ജീവിച്ചാൽ മതി. എന്തിനാ ഈ വക്കീൽ പണിയായിട്ട് നടക്കുന്നത്? ഗിരീഷ് ബാബുവിന് വേണ്ടി പോയി. പിന്നെ അല്ലാണ്ട് പിന്നെ എങ്ങനെയാ അദ്ദേഹത്തിന്റെ വസ്തു വാങ്ങിക്കുന്നതിന് തൊട്ടടുത്തൊരു 50 സെന്റ് കെട്ടിയെടുത്തിരിക്കുന്നത്? പിന്നെ എവിടെയാ? എന്നിട്ട് നിങ്ങൾ കൊണ്ടുക്കോ, മാധ്യമപ്രവർത്തകർ, ചാനലുകാർ എന്താ പറയും? നിങ്ങൾ കൊണ്ടുക്കോ, നമ്മൾ ചുമന്നോണ്ട് പോകണം 50 സെന്റ്. നമ്മൾ ചുമന്നോണ്ട് സർക്കാരിന്റെ ഭൂമി തിരുവനന്തപുരം കോടതിയിലെ കേസിലെ വിധി എന്താ? അതെ, അയലോക്കത്തെ വസ്തു അല്ലെ പുറമ്പോക്ക് കിടക്കുന്ന വസ്തു വേലി കെട്ടി ഞാൻ സംരക്ഷിക്കുകയാണ്. കൊള്ളാം, അത്തരം സംരക്ഷണം കൊള്ളാം. അതുകൊണ്ട് കുഴൽനാടൻ ആ പണി എടുത്താൽ മതി. ഈ വക്കീലന്മാർക്ക് നാണം കെടുത്തരുതെന്നേ. ഇതെന്തൊരു വക്കീലപ്പാ? മറ്റേ മുസ്ലിം ലീഗിന്റെ ഷാജി പറഞ്ഞില്ലേ, സ്വന്തമായിട്ടൊരു ആപ്പീസും എല്ലാ സംവിധാനമുള്ള ആളാ കുഴൽനാടൻ. മുഖ്യമന്ത്രി ഇപ്പൊ പഠിപ്പിക്കാൻ പോവാണ്. മകള് പേടിച്ചിരുന്നു. ആ കുഴൽനാടന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ ചോദിക്കുന്ന കീറ്റക്കടലാസ്, കുഴൽനാടനെ കുറിച്ച് തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞത് കീറ്റക്കടലാസ് ഉണ്ടോ കയ്യിൽ? ഇന്ന് ഈ കോടതി ചോദിച്ചെന്താണ്? മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം കാര്യങ്ങളാണോ കുഴൽനാടൻ ഉന്നയിച്ചത് അതെല്ലാം അരിഞ്ഞു തള്ളി. അതിൽ പറയുന്നൊരു ഭാഗം എന്താണെന്നറിയാമോ? 28/4/2023, 25/10/2023 2 തീയതികളിലും പിണറായി വിജയൻ സർക്കാരിന്റെ ഉത്തരവുകൾ നോക്കിയാൽ അറിയാം, CMRL കമ്പനിയുമായി ഒരു തരത്തിലും സഹായകരമായ നിലപാട് സർക്കാർ എടുത്തിട്ടില്ല. അവരുടെ ഹർജി തള്ളി. ഇനി ഈ കോടതി വിധിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നറിയാമോ? CMRL കമ്പനി, KMML, IREL 3 കമ്പനിയാണ്.
അത് 2 എണ്ണം പൊതുമേഖലാ സ്ഥാപനം അവരുടെ നിയമപ്രകാരം നിയമാനുസരണം ടെൻഡർ വിളിച്ച് ഏതെങ്കിലും സാമഗ്രികൾ വിറ്റാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. ഇനി KSIDCയുടെ കാര്യം എന്താ? നല്ല ചോദ്യമാണ് ചോദിച്ചത്. എന്താ KSIDCയോട് പറഞ്ഞത്? 10 കൊല്ലക്കാലത്തെ KSIDCയുടെ കണക്കും അതുപോലെ തന്നെ അവിടുത്തെ മുഴുവൻ രേഖകളുടെ പകർപ്പ് ഒരു ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ കൊണ്ട് ഹാജരാക്കാൻ ED പറഞ്ഞിരിക്കുക. അങ്ങനെ ഹാജരാക്കാൻ പറ്റുന്ന കാര്യമാണോ ഉദ്യോഗസ്ഥന്മാരെ മൂലക്ക് നിർത്തുന്നത്? നമുക്കറിയാമല്ലോ, ലൈഫ് മിഷനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ അവിടെ ഒരു പ്രശ്നമുണ്ട് അഡ്വക്കേറ്റ് KL അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം വാസ്തവമായിരിക്കുമ്പോഴും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം KSIDCക്ക് CMRL എന്ന കമ്പനിയിൽ 13% ഓഹരിയുണ്ട്. ആ കമ്പനി കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 103 കോടി രൂപ പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിവരം KSIDC ഡയറക്ടർ അറിയണം. അപ്പം KSIDCക്ക് CMRL ഉള്ള ബന്ധം, അതുമായി വഴിവിട്ട് ഏതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ 1.72 കോടി ഒരു പ്രത്യുപകാരമാണോ? അതല്ലെങ്കിൽ നമ്മുടെ പൊതുമധ്യത്തിൽ നിൽക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, എന്ത് സഹായമാണെന്നേ, IT സഹായമാണെന്നേ വീണ വിജയൻ കൊടുത്തത്? ഈ എക്സലും ടാലിയും കൊടുക്കുന്നതിൽ 1,72,00,000 രൂപ ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ഈടാക്കുന്നില്ല എന്നിരിക്കെ ആ കണക്കാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ സംശയമുണ്ടാക്കിയത്. 1,72,00,000 രൂപയുടെ കൺസൾട്ടൻസി എന്ത് കൊടുത്തു വീണ വിജയൻ എന്നുള്ളതാണ് ചോദ്യം. ഇന്നിപ്പോൾ പ്രവർത്തനക്ഷമമല്ലാത്ത കമ്പനി. എക്സലും ടാലി എന്ന് അരുണിനോട് ആരാ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ കരാറ് കണ്ടിട്ടില്ല. 2 കമ്പനികൾ തമ്മിൽ ഒരു വ്യാപാര കരാർ ഉണ്ടായാൽ അരുൺ ആ കരാർ കണ്ടിട്ടുണ്ടോ? അല്ലല്ല, ആ കൺസൾട്ടൻസിയിൽ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട്. CMRലെ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ്. എന്താണ് കൊടുത്തിരിക്കുന്ന സേവനം എന്ന് അവർക്ക് പലർക്കും അറിയില്ല. ഇവിടെ ആകെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇത്ര മാത്രമാണ് എന്ന് IT ഡിപ്പാർട്ട്മെന്റിലെ മേധാവികൾ പറയുന്ന മൊഴി നമ്മുടെ മുന്നിലുണ്ട്. ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ. അപ്പൊ ഇത്രേ ഉള്ളു കാര്യം. റിപ്പോർട്ടറിന്റെ ഉടമസ്ഥന്മാർ വേറെടുത്തിരിക്കുന്നു. ആ ഉടമസ്ഥർ പറയാത്ത ഒരു കാര്യം അവിടുത്തെ ജോലിക്കാരെ കൊണ്ട് IT ഉദ്യോഗസ്ഥന്മാർ പറയിപ്പിക്കുന്നു. അത് വെള്ളക്കടലാസയിലാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ വെള്ളക്കടലാസയിൽ ഒരു PV ഇങ്ങനെ കുറെ സാധനം എഴുതി വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങളുടേതാണെന്നൊരു കെട്ടുകഥ ഉണ്ടാക്കുന്നു. അത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വാറോലയാണ്. ശരി, ആ വാറോലക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്ര ശ്രമിച്ചാലും തെളിവിന്റെ ഒരു കണിക പോലും കിട്ടില്ലെന്നുള്ളതാണ് CPMന്റെ ആത്മവിശ്വാസം. അനിൽകുമാർ, ഇനി എത്ര ശ്രമിച്ചാലും, കാരണം കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് എന്ന തരത്തിലുള്ള വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ശരിയല്ല എന്ന് ഹൈക്കോടതി പറയുന്നത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചൊരു വിജയമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ചില സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേസാണ്, അത് നിലനിൽക്കും. അല്ല, അത് വേറൊരു കാര്യം. അതെന്താണെന്നറിയോ? ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ച് പരാതിപ്പെടാത്തതെന്ത്? ചെന്നിത്തല കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ചും ഇവർക്ക് പരാതിയില്ലാത്തതെന്ത്? ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്ത കള്ളപ്പണത്തെക്കുറിച്ച്, സമുദായ നേതാക്കന്മാർ കൊണ്ടുപോയ കള്ളപ്പണത്തെക്കുറിച്ച്, അങ്ങനെ വരുന്ന 135 കോടി രൂപ മാപ്പാക്കി കൊടുത്തു, അതിനെക്കുറിച്ച് പരാതിയില്ലാത്തതെന്ത്? ഇതാണ് വിജിലൻസ് കോടതി ചോദിച്ചിരുന്നത്. അത് കുഴൽനാടന്റെ ഇരട്ടത്താപ്പാണ് എന്ന കാര്യം ഈ കോടതി, ഹൈക്കോടതി ഇപ്പൊ അത് രേഖപ്പെടുത്തുന്നില്ല. കൊണ്ടു നടക്ക്. അത്രയുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു വാദം പൊളിക്കുന്നതാണ്. രാഷ്ട്രീയാരോപണ പ്രേരിതമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഹർജി എന്ന ആരോപണം പൊളിക്കുന്നതാണത്. അല്ലല്ല, അവിടെ മനസ്സിലാക്കേണ്ടത് CPM ഈ കേസിൽ കക്ഷിയല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി ഞങ്ങൾക്കിനി എന്താ? അവരോട് ചോദിക്കാൻ പോയപ്പോ, ചാനലുകാർ ചോദിക്കാൻ പോയപ്പോ ഞങ്ങൾ ഒളിച്ചു പോണം. ഇതുപോലെ വിധി വന്ന് പ്രതിപക്ഷം സ്വകാര്യ ഇടപാടാണ് എന്ന് ആദ്യം നിലപാടെടുക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കൂട്ടത്തോടെ രംഗത്ത് വരികയും കോടതി വിധി വരുന്ന സമയത്ത് മാത്യു കുഴൽനാടനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള രൂക്ഷമായ പരാമർശങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് CPM. ഞാൻ അങ്ങയിലേക്ക് വരാം. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. അത് ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്, അതിന് കാരണം കൃത്യമാണ്. ശരി, ഞാൻ വരാം. രണ്ടാമത്തെ റൗണ്ടിൽ അങ്ങേക്ക് അടുത്ത ഊഴത്തിലേക്ക് കടക്കാം. ഞാൻ BJP പ്രതിനിധി ജയസൂര്യയിലേക്ക് കൂടി പോകുന്നു. Debate with Dr. Arun Kumar.